പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് എച്ചുമുക്കുട്ടിയുടെ സാധനം എന്ന കഥയാണ്. സാധനം. ചിത കത്തിത്തീരുകയാണ്. പുകച്ചുരുളുകൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. പൊട്ടിക്കരയാൻ പോകുന്നതുപോലെ ആകാശം മൂടിക്കെട്ടി നിന്നെങ്കിലും മഴ തീരെ പൊഴിഞ്ഞില്ല. ആകെ വേവുന്ന നീറുന്ന ആവി മാത്രമായിരുന്നു എല്ലായിടത്തും. നരച്ചു നിരന്ന തലമുടിയും താടിയും മീശയും ലേശം വളർന്നിറങ്ങിയ മുഖവുമായി തങ്കമണി ചവിട്ടുകല്ലിലിരുന്ന് ഏങ്ങലടിക്കുന്നത് കാണുമ്പോൾ ഹൃദയം നുറുങ്ങുന്നതുമാതിരി ഉണ്ടായിരുന്നു. സാധനത്തിനെ ഓർത്താണ് തങ്കമണി കരയുന്നത്. അവർ തമ്മിൽ സാധനത്തിനെ ഇപ്പോഴും അമ്മു എന്ന് മനസ്സിൽ പോലും വിളിക്കാൻ കഴിയുന്നില്ലല്ലോ. സാധനെ എന്ന് വിളിച്ച് ശീലിച്ച ഈ നാവ് അമ്മു എന്ന് മാറി വിളിക്കാൻ മടിക്കുന്നു. അരുണ എപ്പോഴും തിരുത്തി തരാറുണ്ട്. എന്നാലും സാധനത്തിൻ്റെ പേര് ഒരിക്കലും ഓർമ്മയിൽ നിൽക്കില്ല. സാധനം എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്? ഓർമ്മ വെച്ച നാൾ മുതൽ ഈ വീട്ടിൽ അവരുണ്ട്. അച്ഛന് അവരെ കാണുമ്പോൾ കലി കയറുമായിരുന്നു. അത് വെറും ഒരു ദേഷ്യമായിരുന്നില്ല. പകയും പ്രതികാരവും വിരോധവും ആളുന്ന അഗ്നി പോലെ കത്തിപ്പടരുന്ന ഒരു വികാരം. പോത്തിനെ തല്ലുന്ന വടികൊണ്ട് അവരെ പൊതിരെ തല്ലുന്നതും വീണുകിടന്നു പിടയുന്ന അവരുടെ മേൽ കാർക്കിച്ചു തുപ്പുന്നതും ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട്. അടി നിർത്തിപ്പോയിട്ടും പിന്നെയും പെട്ടെന്ന് ബാധ കയറിയതുപോലെ ഓടി വന്ന് തലങ്ങും വിലങ്ങും ചവിട്ടുന്നത് കാണാം. അച്ഛനെ തടയാനോ അവരെ സമാധാനിപ്പിക്കാനോ അമ്മ ഒരിക്കലും തുനിഞ്ഞിട്ടില്ല. സാധനം എന്ന് അവരെ ഏറ്റവും അധികം വിളിച്ചിട്ടുള്ളത് അമ്മ തന്നെയാണ്. അതീവ വന്യമായ ഒരു തരം സ്പർദ്ധയും ഒടുങ്ങാത്ത വൈരാഗ്യവും അമ്മയുടെ ചലനങ്ങളിൽ ഉണ്ടായിരുന്നു. സ്ത്രീയുടെ ഏറ്റവും കാഠിന്യമേറിയ അലിവ് തൊട്ടു തെറിച്ചിട്ടില്ലാത്ത ഹൃദയം കാണാനായത് സ്വന്തം അമ്മയിൽ തന്നെയാണ്. വീട്ടിൽ വിരുന്നു വരാറുള്ള അമ്മയുടെ ബന്ധുക്കളും അവരുടെ കുട്ടികളും സാധനെ എന്ന് നീട്ടി വിളിച്ചു. അച്ഛൻ്റെ വീട്ടുകാരുമായി അമ്മയ്ക്ക് ഒട്ടും അടുപ്പമുണ്ടായിരുന്നില്ല. ചില സിൽക്ക് ഷർട്ടുകൾ വെള്ളത്തിലിടുമ്പോൾ നനയാതെ പൂന്തിക്കിടക്കുന്നതുമാതിരിയായിരുന്നു അച്ഛൻ്റെ ദരിദ്രമായ ചുറ്റുപാടുകളോടുള്ള അമ്മയുടെ വികാരം. അതിനാലാവണം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ആരും അങ്ങനെ വരാറുമില്ലായിരുന്നു. സാധനം വേലക്കാരിയായിരുന്നുവെന്നാണ് ആദ്യം കരുതിയത്. വീട്ടിലെ വെപ്പും അലക്കും അകംപണികളുമെല്ലാം അമ്മ സാമർഥ്യത്തോടെ അവരെ കൊണ്ട് ചെയ്യിച്ചു. സാധനെ ചോറ് വാർത്താ, സാധനെ എണ്ണ കാച്ചിയ, സാധനെ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ, ഒന്ന് ശ്വാസം വിടാൻ അവസരം കൊടുത്തിട്ടില്ല. ആട്ടുകട്ടിലിൽ വെറുതെ കിടക്കുമ്പോഴും മുടി ഉടക്കെടുക്കുമ്പോഴും അച്ഛനുമായി അവസാനമില്ലാതെ തർക്കിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അമ്മയുടെ ഒരു കണ്ണ് സാധനത്തിൻ്റെ മേലായിരുന്നു. സാധനം എല്ലാ ജോലികളും ചെയ്തിരുന്നു. കുട്ടികളെ അവർ അങ്ങനെ സ്നേഹിച്ചിരുന്നതായി ഓർമ്മ വരുന്നില്ല. ഒരു തരം സൂക്ഷ്മമായ കരുതലോടെ മാത്രമേ സാധനം കുട്ടികളോട് ഇടപെട്ടിരുന്നുള്ളൂ. കുട്ടികൾക്ക് അവരോടും ഒട്ടും അടുപ്പമില്ലായിരുന്നു. അടുപ്പം പോയിട്ട് സാമാന്യ മര്യാദ പോലും ഇല്ലായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വലിയ വലിയ പാത്രങ്ങളിൽ വെള്ളം നിറച്ച് സാധനം തിരക്കിട്ട് നടന്നു വരുമ്പോൾ വരാന്തയിൽ ഇരുന്ന് കാൽ നീട്ടി അവരെ വീഴ്ത്തിയിടാറുണ്ടായിരുന്നത് ആൺകുട്ടികളായിരുന്നു. സാധനം മുറ്റമടിക്കുമ്പോൾ ചെറിയ കല്ലുകൾ പെറുക്കിയെറിയാനും മാവിന്മേലിരുന്ന് അവരുടെ ശരീരത്തിലേക്ക് മാങ്ങകൾ വീഴ്ത്താനും ആൺകുട്ടികൾ ഇഷ്ടപ്പെട്ടു. സ്ഥിരമായി വിരുന്നു വരാറുള്ള അമ്മ വീട്ടിലെ പെൺകുട്ടികൾക്കും സാധനത്തെ ഉപദ്രവിക്കാൻ ഇഷ്ടമായിരുന്നു. കറിയിൽ ഉപ്പുപാത്രം കമിഴ്ത്തുന്നത് മുതൽ വസ്ത്രങ്ങൾ ഒളിപ്പിക്കുന്നത് വരെയുള്ള സകല വേണ്ടാദീനങ്ങളും ചെയ്ത് സാധനത്തെ ഉപദ്രവിക്കുന്നതിൽ പെൺകുട്ടികളും ആനന്ദിച്ചു. ഇന്ന് മനസ്സിലാകുന്നുണ്ട് സാധനം ദ്രോഹിക്കപ്പെടാനുള്ളതാണെന്ന, അവരെ എന്തു ചെയ്താലും അച്ഛനും അമ്മയും ദേഷ്യപ്പെടുകയില്ലെന്ന വിചാരമായിരുന്നു ആ പ്രവൃത്തികൾക്കെല്ലാം പുറകിൽ. മുറ്റത്ത് കാണാറുള്ള ഒരു പട്ടിയെയോ പൂച്ചയെയോ കല്ലെറിയും പോലെയുള്ള ഒരു വികാരം. പോയില്ലേ അവിടുന്ന് എന്നൊക്കെ അലറുമ്പോഴുള്ള ഒരു സുഖം. ആദ്യത്തെ ഷോക്ക് കിട്ടിയത് ജാനുവിൽ നിന്നാണ്. അയൽപക്കത്തെ പപ്പടക്കാരി ജാനു. അവളുടെ മേലൊക്കെ വായിലെ നാക്കാണെന്ന് സന്ധ്യാ സമയത്ത് വരാറുള്ള ചില ചീട്ടുകളി
സുഹൃത്തുക്കൾ ഒച്ച താഴ്ത്തി അച്ഛനോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവളുമായി ഒരു ഇടപാടും സാധ്യമല്ലെന്നും അവർ തമ്മിൽ പറയാറുണ്ടായിരുന്നു. അവളും അച്ഛനും കൂടി കടയിൽ വെച്ച് എന്തോ കശപിശയുണ്ടായി. കടം പറഞ്ഞു വാങ്ങിയ വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകാൻ അച്ഛൻ വിസമ്മതിച്ചതാണ് പ്രശ്നമായത്. ആദ്യം കെട്ടിക്കൊണ്ട് വന്നതിൻ്റെ പ്രാക്കൊണ്ട് നീ തോലഞ്ഞു പൂടാ. അതിനവിടെ ഇട്ട് ഹേമദണ്ണം ചെയ്യണത് ആരും അറിയില്ല എന്നാ വിചാരം. ഒരു കാശുകാരി സുന്ദരിക്കോത കൂടെ ഉണ്ടിച്ചിട്ട് ഏറെ കളിക്കല്ലേ. മുകളിൽ ഒരാളൊക്കെയും കാണുന്നുണ്ട്. നീ എണ്ണി എണ്ണി കണക്ക് പറയാൻ പോണേ ഉള്ളൂ. എന്നും പകിട 12 വീഴില്ല എന്ന് ഓർത്തോ. കേട്ട വാചകങ്ങൾ ഏൽപ്പിച്ച ആഘാതത്തിൽ ജാനു സ്ഥലം വിട്ടത് അറിഞ്ഞില്ല. തൻ്റെ വീട്ടിൽ താൻ അറിയാതെ എന്തോ ഒക്കെ നടക്കുന്നുണ്ടെന്ന് അന്ന് ആദ്യമായി സംശയം തോന്നി. സാധനത്തെ മൂശേട്ടയായ അശ്രീകരം പിടിച്ച ഒരു വേലക്കാരി എന്നതിലധികം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അച്ഛൻ അവരെയും വിവാഹം ചെയ്തിട്ടുണ്ടോ എന്ന സംശയം ഉള്ളിൽ കിടന്ന് നീറിയപ്പോഴും അതാരോടും ചോദിക്കാൻ കൊള്ളാവുന്ന കാര്യമല്ലെന്ന് അറിയാനുള്ള വളർച്ചയും ബുദ്ധിയും ഉണ്ടായിരുന്നു. തുണികൾ അലക്കുവാൻ കുളത്തിൽ വന്നിരുന്ന തങ്കമണിക്കൊപ്പം സാധനം ഒരുപാട് സമയം കടവിൽ ചെലവാക്കിപ്പോന്നു. ചെമ്പരത്തി ചെടികളും മൈലാഞ്ചിയും കുറുന്തോട്ടിയും ചേരുമരങ്ങളും അതിരിട്ട പെണ്ണുങ്ങളുടെ കുളക്കടവിൽ പോകാൻ പാടില്ല എന്ന് ഉഗ്രശാസനയുണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഒരിക്കലും പോയിരുന്നില്ല. ധൈര്യമില്ലായിരുന്നു എന്നതാണ് വാസ്തവം. ആരോടെങ്കിലും അത് അന്വേഷിക്കുന്നത് ഒരു മഹാ ചെളുക്കത്തരമായി തോന്നുകയും ചെയ്തു. എങ്കിലും മതിയാകാത്ത വിശപ്പ് പോലെ സാധനം ആരാണ്, അവരെ ചൂഴ്ന്ന് എന്ത് രഹസ്യമാണുള്ളത് എന്ന വിചാരം മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരുന്നുവെന്നത് ഒരു സത്യമാണ്. തങ്കമണിയെ അടിച്ചതിനകത്ത് കയറ്റരുതെന്ന് അമ്മ അലറിയത് ഒരു ദിവസം അതിരാവിലെയായിരുന്നു. തട്ടിൻമുകളിൽ ഇരുന്ന് വായിക്കുമ്പോൾ വീടാകെ കുലുങ്ങുന്ന മാതിരി തോന്നി. ചടപടയെന്ന് കോണി ഇറങ്ങി വന്നപ്പോൾ അമ്മയും തങ്കമണിയും തമ്മിൽ പൊരിഞ്ഞ ലഹള നടക്കുകയാണ്. സാധനം ഒരു പുഞ്ചിരിയോടെ കണ്ടു നിൽക്കുന്നു. തനിക്ക് വേണ്ടി പൊരുതാൻ ഉഗ്രനായ ഒരു പടനായകനെ നിയോഗിച്ച് ആ യുദ്ധം കണ്ട് രസിക്കുന്ന ചക്രവർത്തിനിയെ പോലെ. അമ്മ തോറ്റുപോകുമെന്ന് തോന്നി. തങ്കമണിയുടെ വാക്കുകൾക്ക് വിഷം പുരട്ടിയ ശരങ്ങളുടെ കയ്പും മൂർച്ചയും ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എല്ലാം വേണ്ട മാതിരി നീളത്തിലും വണ്ണത്തിലും ആവശ്യത്തിന് താഴ്ചയിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോ അതില്ലാത്തവരെ വെറുതെ വിട്ടൂടെ? ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തണത് എന്തിനാ? അച്ഛൻ്റെ പങ്കായം പോലെയുള്ള കൈ സാധനത്തിൻ്റെ കവിളിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ശബ്ദം എല്ലാവരെയും ഞെട്ടിച്ചു. സാധനം തുപ്പിയത് കട്ടച്ചോരയായിരുന്നു. എല്ലാവരും ഉറക്കെ നിലവിളിച്ചുപോയി. തങ്കമണി അച്ഛൻ്റെ മുഖത്തേക്ക് നീട്ടി തുപ്പുന്നതാണ് പിന്നെ കണ്ടത്. അതൊരു ചീത്ത സ്വപ്നമാണെന്ന് തോന്നി. തല തിരിയുകയായിരുന്നു. ഇവിടെ വെള്ളക്കുമ്മായമടിച്ച ഈ വലിയ വീട്ടിൻ്റെ ഗർഭത്തിൽ പൊതിഞ്ഞു വയ്ക്കപ്പെട്ട എന്തൊക്കെയോ ഭയാനകമായ കറുത്ത രഹസ്യങ്ങളുണ്ടെന്ന് അന്ന് മനസ്സിലായി. അച്ഛന് കലി കയറി കഴിഞ്ഞിരുന്നു. അരയിൽ നിന്ന് ബെൽറ്റ് ഊരിയെടുക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. സാധനത്തിൻ്റെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ മുകളിലത്തെ നിലയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. വളർന്ന പുരുഷനായിരുന്നിട്ടും അപ്പോൾ കണ്ണുകൾ കവിഞ്ഞൊഴുകി. തീവ്രമായ നിസ്സഹായത കൊണ്ട് ശരീരമാകെ പിടഞ്ഞു. ആ വലിയ വീടിന് തീ വെച്ചിട്ട് എവിടെയെങ്കിലും ഓടിപ്പോകണമെന്ന് തോന്നി. അന്നു രാത്രിയാണ് സാധനത്തിനെ പ്രാന്താസ്പത്രിയിൽ കൊണ്ടുപോയത്. അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു, വീട്ടിലാകെ ചാണകം തളിക്കണം. ആസത്ത് ഇനി അടിച്ചതിനകത്ത് കയറ്റരുത്. അപ്പോ ഇവിടുത്തെ വീട്ടുപണിയൊക്കെ ആരാടി എടുക്കുക? നിന്നെ കൊണ്ടാവൂടി നായിൻ്റെ മോളെ അതിന്? അച്ഛൻ പല്ല് കടിച്ചുകൊണ്ട് മുരണ്ടു. അമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു. സാധനമില്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഗൃഹഭരണം ഭംഗിയായി നിർവഹിക്കാനാവില്ലെന്ന് ആ ദിവസങ്ങളിൽ മനസ്സിലായി. ഒരു കാര്യവും സമയത്ത് നടക്കുന്നുമില്ല. മുറ്റമടിക്കാറില്ല. അലമാരയിൽ തേച്ച വസ്ത്രങ്ങളില്ല. ചായയ്ക്ക് ചൂടും മധുരവുമില്ല. സ്വാദുള്ള കൂട്ടാനുകളില്ല. ഒന്നുമില്ല. വെടുപ്പിൻ്റെ ഭംഗിയും രുചിയുടെ ഊഷ്മളതയും ഉണ്ടാകാറുള്ള വീടാകപ്പാടെ തണുത്തു മരവിച്ചു. അധികം വൈകാതെ സാധനത്തെ ആസ്പത്രിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മ എതിർത്തില്ല. അമ്മയ്ക്ക് എന്തായാലും എത്രയായാലും ഒരു നല്ല വേലക്കാരി വേണമായിരുന്നുവല്ലോ. അതിനുശേഷം സാധനത്തെ പ്രാന്തിനു ചികിത്സിച്ചത് അരുണയുടെ അച്ഛനാണ്.
വിവിധ തരം പൂച്ചെടികളും സൗന്ദര്യവും അതിരിട്ട ആ വീട്ടിൽ സാധനത്തെയും കൂട്ടി അച്ഛൻ്റെ ഒപ്പം ഇടയ്ക്കിടെ ചികിത്സയ്ക്കായി പോവേണ്ടി വന്നതുകൊണ്ടാണ് അരുണയെ പരിചയപ്പെട്ടത്, സ്നേഹിച്ചു പോയത്, കൂടുതൽ ഉയർന്നു പഠിച്ചത്. ഇപ്പോൾ എന്താണോ അതൊക്കെ ആയി തീർന്നത്. എല്ലാത്തിലും ഉപരി അരുണയുടെ സ്നേഹവും കരുതലും ഒരു കവചമായി പൊതിയുന്നത്. സാധനത്തെ അച്ഛൻ വിവാഹം കഴിച്ചതാണെന്ന് പറഞ്ഞു തന്നത് അരുണയാണ്. അപ്പോൾ ഞെട്ടി, വിശ്വസിക്കാൻ മടിച്ചു. അവളോട് വഴക്കിട്ടു. വാദിച്ചു തളർന്നപ്പോൾ കിതച്ചുകൊണ്ട് നിശബ്ദനായിരുന്നു. അവളുടെ അലിവുള്ള നോട്ടവും തണുത്ത വിരലുകളുടെ സ്പർശനവും അന്നു പെയ്തിരുന്ന ആ കനത്ത മഴയും ഇപ്പോഴും ഓർമ്മയുണ്ട്. ശക്തി നേടാനെന്ന പോലെ കുറേ നേരം അവളുടെ വിരലുകളിൽ അമർത്തി പിടിച്ചിരുന്നതും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ രഹസ്യങ്ങളുടെ ചുരുളുകളും മെല്ലെ മെല്ലെ നിവർത്തിയത് അവളാണ്. അവൾ പറഞ്ഞതെല്ലാം കേട്ട് ആദ്യം ഛർദ്ദിക്കാൻ വന്നു. അറപ്പ് തോന്നി. സാധനത്തിന്റെ മുഖത്ത് നോക്കാൻ മടിയുണ്ടായി. സത്യമായിരിക്കുമോ എല്ലാം? സാധനം ഒരു ആൺപെണ്ണാണെന്ന് അരുണ പറഞ്ഞു. സാധനം അച്ഛന് വഴങ്ങാതിരുന്നത്, പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തത്, തുടരുതെന്ന് അലറിയത്, ബഹളം വെച്ചത്, കിടപ്പുമുറിയിൽ നിന്നിറങ്ങി ഓടിയത്, അങ്ങനെ അച്ഛനെ ദിവസങ്ങളോളം അപമാനിച്ചത്, അതൊന്നും അച്ഛനിലെ കരുത്തനായ പുരുഷന് സഹിക്കാനാവുന്നതായിരുന്നില്ല. ഇതെല്ലാം ശരിയായിരിക്കാം. അച്ഛന് സാധനത്തിനെ എന്നല്ല ആരെയെങ്കിലും സ്നേഹിക്കാനോ സഹിക്കാനോ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഒറ്റ മകനായിരുന്നിട്ടും വളരെ ചെറിയ കുറ്റങ്ങൾക്ക് പോലും അമിതമായി ശിക്ഷിച്ചിട്ടുണ്ട്. അമ്മയെ പണക്കാരി, വലിയ തറവാട്ടുകാരി എന്നൊക്കെ കളിയാക്കി വിളിച്ചിരുന്നെങ്കിലും അച്ഛൻ്റെ നല്ല ശീലം മാറിയാൽ ഉടനെ ആ വിളി തറവാട്ട് കുടിച്ചി എന്നാകാറുണ്ടായിരുന്നു. ആ സഹനത്തിൻ്റെ അമർഷവും വിരോധവും അമ്മ സാധനത്തിനോട് തീർത്തു പോന്നു. തീരെ വഴങ്ങാത്തവളെ ഒരു വട്ടം എന്തായാലും എങ്ങനെയായാലും അനുഭവിക്കണമെന്ന പുരുഷന്റെ പ്രതികാര ചിന്തയില്ലേ ഈ ആധുനിക കാലത്തിൽ കൂടി? അതിന് പറ്റിയ വലകൾ ഉണ്ടാക്കി കുടുക്കി പിടിക്കുന്നില്ലേ? അരുണയുടെ വാക്കുകൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയിരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് രംഗങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വന്നു. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ലടി പട്ടിച്ചി എന്ന് അച്ഛൻ എപ്പോഴും അലറിയിരുന്നതിൻ്റെ അർത്ഥം. സാധനത്തിൻ്റെ അഴുക്ക സ്വഭാവം മാറ്റാനും മാനക്കേടിൽ നിന്ന് തലയൂരാനുമാണ് അവരുടെ വീട്ടുകാർ വേഗം കല്യാണം കഴിപ്പിച്ചത്. സാധനത്തിന് സ്വന്തം വീട്ടിൽ ഒരു അടുപ്പക്കാരിയോ അടുപ്പക്കാരനോ ആരോ ഉണ്ടായിരുന്നു. അവരെ തമ്മിൽ വേണ്ടാത്ത മാതിരിയൊക്കെ കണ്ടപ്പോഴാണ് വീട്ടുകാർ വേഗം കല്യാണം കഴിപ്പിച്ച് അച്ഛൻ്റെ തലയിൽ കെട്ടിവെച്ചതത്രേ. അച്ഛനെ പോലെ ഉഗ്രപ്രതാപിയായ ഒരു പുരുഷന് താങ്ങാവുന്നതാണോ ആ വഞ്ചന? കൂടെ കിടക്കാൻ പറ്റാത്ത ഒരു സാധനമാണോ ഒരുത്തൻ? എന്തിനാണ്? അച്ഛൻ്റെ കത്തുന്ന കോപം ഭയന്ന് സാധനത്തിൻ്റെ വീട്ടുകാരൊന്നും പിന്നെ അന്വേഷിച്ചു വന്നില്ല. വന്നിരുന്നെങ്കിൽ അച്ഛൻ വല്ല ജയിലിലും ആയിപ്പോയേനെ. കല്യാണ ദിവസം രാത്രിയിൽ തന്നെ സാധനത്തിൻ്റെ അടുപ്പക്കാരി അല്ലെങ്കിൽ അടുപ്പക്കാരൻ തൂങ്ങി മരിച്ചു അത്രേ. ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സുകളെ, അവരുടെ ബന്ധങ്ങളെ തന്നെ മനസ്സിലാക്കാനാവാത്ത ഈ ലോകത്ത് ആണോ പെണ്ണോ എന്നുകൂടി ശരിക്കും തീർച്ചയില്ലാത്തവരെ, അവരുടെ ആത്മബന്ധങ്ങളെ എങ്ങനെ മനസ്സിലാക്കാനാണ്? ആര് മനസ്സിലാക്കാനാണ്? അതൊക്കെ വെറും ന്യായമല്ലേ? ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും അവരെ ചില സ്വകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അരുണയുടെ സ്വരത്തിൽ അതികഠിനമായ കുത്തിക്കയറുന്ന വേദന തുളുമ്പിയിരുന്നു. നീ പറയുന്നത് എന്താണ് അരുണേ? അവളുടെ കണ്ണുകളിൽ തറപ്പിച്ചു നോക്കി നിന്നിട്ടും അവൾ സാധാരണ മാതിരി ലജ്ജിക്കുകയോ കണ്ണുകൾ പിൻവലിക്കുകയോ ചെയ്തില്ല. അതീവ ഗുരുതരമായതെന്തോ അവൾ അറിയിക്കുമെന്ന് അപ്പോൾ തോന്നി. ഹൃദയം ഉറക്കെ മിടിച്ചു. സത്യമാണ് പറയുന്നത്. പെണ്ണിനാവാത്ത പല ഫാന്റസികൾക്കും ആൺപെണ്ണിനെ കിട്ടിയാൽ മതിയാകും. തകർന്നുപോയി. ജനിച്ചു വളർന്ന വീട് സ്വന്തം വീടാണെന്നും അച്ഛൻ അച്ഛനാണെന്നും അമ്മ അമ്മയാണെന്നും പിന്നീട് ഒരിക്കലും തോന്നിയില്ല. അച്ഛൻ ഒരു വെറും പുരുഷനാണെന്നും അമ്മ ഒരു വെറും സ്ത്രീയാണെന്നും മാത്രം തോന്നിപ്പോകുന്ന കഠിനവും ദയനീയവുമായ മാനസികാവസ്ഥയിൽ ഒരു മകൻ എത്ര നാൾ പിടിച്ചു നിൽക്കും? അധികകാലം അങ്ങനെ വീർപ്പുമുട്ടി തുടരാൻ കഴിയാതെ വന്നപ്പോഴാണ് നഗരത്തിലെ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിച്ചത്. പുസ്തകത്താളിലേക്കും കമ്പ്യൂട്ടറിലേക്കും ജോലിയിലേക്കും പല നഗരങ്ങളിലെ വീടുകളിലേക്കും ഒളിക്കാൻ ശ്രമിച്ചു. സ്വന്തം ശരീരത്തോട് അന്ന് തോന്നിയ വെറുപ്പ് പിന്നീട് വളരെ കാലം കഴിഞ്ഞേ മാറിയുള്ളൂ. ആ മാറ്റമുണ്ടാവാൻ അരുണയുടെ നീണ്ടുമെലിഞ്ഞ വിരലുകൾക്കും നേർത്ത ചുണ്ടുകൾക്കും വളരെയേറെ പണിപ്പെടേണ്ടി വന്നു. അവളല്ലാതെ മറ്റൊരു സ്ത്രീയെ നേരിടേണ്ടി വന്നിരുന്നെങ്കിൽ ജീവിതം എന്തായി തീരുമായിരുന്നു എന്നറിയില്ല.
അച്ഛനും അമ്മയ്ക്കും ഒട്ടും സുഖമില്ലെന്നും ഇപ്പോഴെങ്കിലും പോയി ശുശ്രൂഷിക്കണമെന്നും അരുണ നിർബന്ധിച്ചു. അവൾ നിർബന്ധിച്ചാൽ മൗനമായി തല കുലുക്കാനേ കഴിയൂ. പറ്റില്ലെന്ന് പറയാനാവുകയില്ല. പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൾ ഒരു പാത്രം വിഷം നീട്ടിയാലും സന്തോഷത്തോടെ അതെടുത്തു കുടിച്ച് അപ്പോൾ തന്നെ മരിച്ചു പോയേക്കുമെന്ന്. അതുകൊണ്ട് മാത്രം പിന്നെയും വീട്ടിലേക്ക് തിരികെ വന്നു. 12 വർഷവും 4 മാസവും 22 ദിവസവുമായി കയറാതിരുന്ന ചവിട്ടുപടികൾ അങ്ങനെ കയറി. മുറ്റത്തെ മാവിൻ്റെ യൗവനമെല്ലാം വാർന്നു പോയതുപോലെ വിസ്മയിപ്പിക്കുന്ന വെള്ള നിറമുണ്ടായിരുന്ന ചുമരുകൾ ഇരുണ്ട് മുഷിഞ്ഞിരിക്കുന്നു. വലിയ വിളക്കുകൾ തിളങ്ങി നിൽക്കാറുണ്ടായിരുന്ന അച്ഛൻ്റെ മുറിയിൽ ഇപ്പോൾ ഇരുട്ടാണ്. മൂത്രത്തിൻ്റെ നാറ്റം. നിസ്സഹായനായി അച്ഛൻ തളർന്നു കിടക്കുന്നത് വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ശോഷിച്ചു പോയ ആ കൈകൾ മെല്ലെ തടവി. അപ്പോഴാണ് ഒതുക്കി വെച്ചതെല്ലാം കുത്തി ഒലിച്ചു വന്നത്. അരുണ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവളെ കാണിക്കാനെങ്കിലും ബലമുള്ളവനായി അഭിനയിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും അഭിനയിക്കുവാൻ വയ്യ. കരച്ചിൽ കേട്ടാണോ ആവോ വന്നത് സാധനമാണ്. പരുക്കൻ ഒച്ചയിൽ വിശേഷങ്ങൾ തിരക്കി. സാധനത്തിനും വയസ്സായി, മുടി നരച്ചു, ഊതി വീർപ്പിച്ചതുപോലെ തടി വെച്ചിരിക്കുന്നു. അരുണയെ തിരക്കുമ്പോൾ സാധനത്തിൻ്റെ ശബ്ദം അല്പം മൃദുലമായെന്നതുപോലെ. അച്ഛൻ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് തന്നോടെന്ന വണ്ണം മന്ത്രിക്കുന്നത് പോലെ പറഞ്ഞു, നല്ല കുട്ടിയാണവൾ. കേട്ടത് അവിശ്വസനീയമായി തോന്നി. അച്ഛൻ്റെ വായിൽ നിന്ന് ഒരംഗീകാരം. താപസ് ഇരുന്നിട്ടുണ്ട്, അമ്പലത്തിൽ പോയി വിനായകന് നാളികേരം അടിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു നല്ല വാക്കിനായി. ചേർത്ത് പിടിച്ച് എൻ്റെ മോൻ മിടുക്കനല്ലേ എന്ന് പറയുന്നത് കേൾക്കാനായി ഒരിക്കലും കിട്ടിയില്ല. അമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ട് തേങ്ങി തേങ്ങി കരഞ്ഞു. മകനെ ഇനി എപ്പോഴെങ്കിലും കാണാനാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടേയില്ലായിരുന്നു എന്ന മട്ടിലാണ് അമ്മ കരഞ്ഞത്. ആ കരച്ചിൽ മനസ്സിലുണ്ടായിരുന്ന എന്തെല്ലാമോ കടുംകെട്ടുകളെ അഴിച്ചു കളയുന്നതറിഞ്ഞു. അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സമാധാനം തോന്നി. ഏതൊക്കെയോ ചങ്ങലകൾ പൊട്ടിച്ചിതറി. ജന്മ ബന്ധങ്ങളെന്നു പറയുന്നത് ഇങ്ങനെയൊക്കെയാവുമോ? സാധനം ആരുടെയും നിർദ്ദേശമില്ലെങ്കിലും ആരും വഴക്കു പറഞ്ഞില്ലെങ്കിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ആഹാരവും മരുന്നുമൊക്കെ കൃത്യമായി കണിശമായി കൊടുക്കുന്നുണ്ടായിരുന്നു. അത്ഭുതം തോന്നാതിരുന്നില്ല. അച്ഛനും അമ്മയും എന്നും സാധനത്തെ ക്രൂരമായി ദ്രോഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പകയുടെയും പ്രതികാരത്തിൻ്റെയും എരിയുന്ന രസക്കൂട്ടുകൾ പൂർണ്ണരായ സ്ത്രീകൾക്കും പൂർണ്ണരായ പുരുഷന്മാർക്കും മാത്രമായി അടയാളപ്പെടുത്തിയതാവുമോ? ആ അടയാളങ്ങൾ ഒരു ആൺപെണ്ണിന് വായിക്കാൻ കഴിയാത്ത ഭാഷയിലാവുമോ എഴുതപ്പെട്ടിരിക്കുന്നത്? രാത്രി നന്നേ ഇരുട്ടിയപ്പോഴാണ് അരുണയുടെ അച്ഛൻ വന്നത്. മരുന്നുകൾ കഴിച്ച് തുടർന്ന് ജീവിക്കണമെന്നില്ലെന്ന് അച്ഛൻ കരഞ്ഞപ്പോൾ ഇനി സങ്കടപ്പെടരുത്, മകൻ വന്നില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം തോളിൽ തട്ടി. അപ്പോൾ വല്ലായ്മയാണ് തോന്നിയത്. മുറിയിൽ നിന്ന് പുറത്തു കടന്ന് വരാന്തയിലെ പഴയ ചൂരൽ കസേരയിലിരുന്നു. അരുണയുടെ അച്ഛൻ വന്ന് തൊട്ട് വിളിച്ചപ്പോഴേ അറിഞ്ഞുള്ളൂ. എന്തായാലും കുറച്ചു ദിവസം ഇവിടെ നിൽക്കാനാവുമോ എന്ന് നോക്കൂ. ഹരിക്ക് വലിയ തിരക്കാണെന്നും ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഒക്കെ അരുണ പറഞ്ഞിരുന്നു. വെറുതെ തലയാട്ടി. അച്ഛൻ വാശി കൊണ്ട് ചികിത്സിക്കാതിരുന്നതാണ്. ലക്ഷണങ്ങൾ ഒക്കെ ആദ്യമേ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ആണല്ലേ, എനിക്കെന്തു ബലഹീനത എന്ന് കരുതി. എത്ര കരുത്തുറ്റ പുരുഷത്വവും ഒരു ചെറിയ ഗ്രന്ഥിയും കുറച്ച് ഹോർമോണുകളും കൂടി തരുന്ന ദാനമാണ്. അതിനപ്പുറത്ത് യാതൊന്നുമില്ല. അങ്കിൾ, അച്ഛൻ്റെ മാത്രമല്ല അമ്മയുടെയും അസുഖം എന്താണെന്നും ആ ശരീരത്തിൽ നിന്നും എന്തെല്ലാം നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞുവെന്നും എന്നിട്ടും അമ്മ ദിവസങ്ങൾ എണ്ണുകയാണെന്നും എല്ലാം അറിയാം. പൊടുന്നനെയുണ്ടായ തടുക്കാനാവാത്ത ഒരു പ്രേരണയിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു, ശാപമാണോ അങ്കിൾ? സാധനത്തിൻ്റെ ശാപം. അമ്മയ്ക്കും അച്ഛനും ഒരുപോലെ ഈ രോഗം. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിലോമീറ്ററുകളോളം ഓടിയവനെ പോലെ തളർന്നു പോയിരുന്നു. ഇല്ല ഹരി, ഡോണ്ട് ബി സില്ലി. പ്രോസ്റ്റേറ്റ് ക്യാൻസറും യൂട്രസ് ക്യാൻസറും സർവ്വസാധാരണമാണ് ഇക്കാലത്ത്. യൂട്രസും ഓവറികളുമെല്ലാം 30കാരികളിൽ പോലും റിമൂവ് ചെയ്യപ്പെടുന്നു.
അമ്മയ്ക്ക് 65 കഴിഞ്ഞില്ലേ, അത് ശാപമൊന്നുമല്ല. എങ്കിലും അസുഖം തിരിച്ചറിയാൻ വൈകിപ്പോയി, വല്ലാതെ വൈകിപ്പോയി. കുറച്ചു നേരത്തെ ആയിരുന്നെങ്കിൽ അമ്മ ചിലപ്പോൾ രക്ഷപ്പെടുമായിരുന്നു. വരാന്തയിൽ വെളിച്ചം കുറവായതു നന്നായി. മുഖത്തെ വല്ലായ്മയും വേദനയും അരുണയുടെ അച്ഛന് കാണാനാവില്ലല്ലോ. മനസ്സ് പറയുന്നത് ശാപമെന്നു തന്നെയാണ്. അല്ലെങ്കിൽ അരുണയുടെ അച്ഛനെ യാത്രയാക്കിയ ശേഷം സാധനം വിളമ്പി തന്ന ഭക്ഷണം കഴിച്ചു. അപ്പോഴും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. നല്ല 4-5 വാക്കുകൾ എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അരുണ ഫോൺ ചെയ്തപ്പോൾ കൊച്ചുകുട്ടിയെ പോലെ നിർബന്ധം പിടിക്കാനാണ് തോന്നിയത്. നാളെ രാവിലെ ഇവിടെ വരണമെന്ന്. 1000 കിലോമീറ്റർ അത്ര വലിയ ദൂരമൊന്നുമല്ല. കാറുണ്ട്, ഡ്രൈവറുണ്ട്. ഇവിടെ തനിച്ച് കഴിയാൻ വയ്യ. കഠിനമായ കുറ്റബോധം തോന്നുന്നു. ഒരു നിമിഷം നിശബ്ദയായിരുന്ന് അവൾ സമ്മതിച്ചു. ഇപ്പോൾ തന്നെ പുറപ്പെടാം. സാധനം വന്നു പറഞ്ഞു, മോനെ മുറിയിൽ പോയി കിടന്നോളൂ, ഒക്കെ വീരിച്ചിട്ടുണ്ട്. അപ്പോഴും ഒന്നും പറയാൻ തോന്നിയില്ല. ഒരു വാക്കു സംസാരിക്കാമായിരുന്നു. നിരർത്ഥകമായ ഒരു വാക്കായാലും പറയാമായിരുന്നു. എങ്കിൽ ഇപ്പോഴിത്രയും പിടച്ചിലുണ്ടാവില്ലായിരുന്നു. അല്പം തുറന്നു പിടിച്ച വായുമായി പറയാൻ ഒരുപാട് ബാക്കി വെച്ച് സാധനം അത്ര എളുപ്പത്തിൽ രാത്രിയിൽ എപ്പോഴോ മരിച്ചു പോകുമെന്ന് അപ്പോൾ അറിയുമായിരുന്നില്ലല്ലോ. വിവരമറിഞ്ഞപ്പോൾ അമ്മ ഉറക്കെ കരഞ്ഞു. അച്ഛൻ കരഞ്ഞില്ല. പക്ഷേ കരയുന്നതായിരുന്നു ഇതിലും ഭേദമെന്ന് തോന്നി. ഉറക്കെ കൈകാലിട്ടടിച്ച് നെഞ്ചത്തറിഞ്ഞ് തങ്കമണിയെ വിളിച്ച് ചിത കത്തിക്കാൻ അപേക്ഷിക്കണമെന്ന് അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ തൊണ്ടയിടറി. ദുർബലമായ ആ ശരീരം മറിഞ്ഞു വീഴുമെന്ന് തോന്നിയിട്ടാവാം ആരെല്ലാമോ ചേർന്ന് താങ്ങിയിരുത്തുകയായിരുന്നു. അരുണയാണ് തങ്കമണിയെ കൂട്ടിക്കൊണ്ടുവന്നത്. ചിത കത്തി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഉയർന്നു വന്നിരുന്ന പുകച്ചുരുളുകളും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എങ്കിലും ഇപ്പോഴും തങ്കമണിയുടെ പരുക്കൻ തേങ്ങൽ, ചില ഉണക്കമരങ്ങളുടെ തവിട്ടു നിറമുള്ള ഇലകൾ കാറ്റിൽ അനങ്ങും പോലെ